അങ്ങനെ എല്ലാ നറേറ്റീവുകളും ഇവിടെ പൊട്ടി പൊളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഏറ്റവും നന്ദി പറയാനുള്ളത് ജസലിനോട് തന്നെയാണ്. നിങ്ങൾ ഈ കാര്യം ചെയ്തതിൽ, നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ഫേസ് കാണിച്ച് ഒരു വീഡിയോ ഇങ്ങനെ ചെയ്തതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ബിക്കോസ് എന്താ കാര്യം എന്നറിയോ, ഈ ക്ലബ്ബിൽ ഇപ്പോൾ ഒരു മെയിൻ നറേറ്റീവ് ഉണ്ട്. അത് നിങ്ങൾ ആ ഫാബ് മീറ്റിംഗ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എനിക്കറിയാം നിങ്ങൾക്ക് ഫാൻ അഡ്വൈസറി ബോർഡിനോട് പല എതിർപ്പുകളും ഉണ്ടാവാം, അവരുടെ പ്രവർത്തനത്തിൽ നിങ്ങൾക്ക് സംശയം ഉണ്ടാവാം. പക്ഷെ അവർ ചെയ്ത ഒരു നല്ല കാര്യം എന്താണെന്ന് എനിക്ക് തോന്നിയത്, അവരെല്ലാ സാധനവും റെക്കോർഡിക്കലായിട്ട് അവരുടെ ട്വിറ്ററിൽ ഇട്ടിട്ടുണ്ട്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഈ സാധനം കയറി ആക്സസ് ചെയ്ത് കാണാം. നിങ്ങൾക്ക് അവരോട് എന്തൊക്കെ വിയോജിപ്പുകളും ഉണ്ടായിക്കോട്ടെ, പക്ഷെ നിങ്ങളെല്ലാവരും സമയമുണ്ടെങ്കിൽ 1-2 ദിവസം എടുത്ത് ഒരു ദിവസം ഒരു വീഡിയോ എങ്കിലും വെച്ച് കണ്ട് ആ ഒരു മീറ്റിങ്ങിൽ സംഭവിച്ചത് എന്താണെന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഞാനത് മൊത്തം ഇരുന്ന് കണ്ട വ്യക്തിയാണ്. ഇവരുടെ ന്യായീകരണങ്ങൾ എന്താണെന്നൊക്കെ എനിക്ക് വളരെ നല്ലോണം അറിയാം. പക്ഷേ എന്നാലും ഞാനതിരുന്ന് കണ്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരെന്താണ് പറയുന്നതെന്ന് നമുക്ക് അറിയണമല്ലോ. എന്തൊക്കെ മുടന്തൻ ജസ്റ്റിഫിക്കേഷനാണ് ഇവരുടെ കയ്യിൽ നിന്ന് വരുന്നതെന്ന് അറിയണമല്ലോ. അതുകൊണ്ട് തന്നെ ഫാബ് ആ മീറ്റിംഗ് നടത്തിയതുകൊണ്ടും അവർ കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ചതുകൊണ്ടും ഈ സിഇഒയും നമ്മുടെ സ്പോർട്ടിംഗ് ഡയറക്ടറും പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ എനിക്കൊന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഒന്നും കൂടെ കൊണ്ടുവരാനുണ്ട്. ഇത് ആക്ച്വലി ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഈ ജസലിൻ്റെ കമൻറ്റുകൾ കൂടെ വന്നപ്പോൾ ഇവിടെ ആ നറേറ്റീവ് മൊത്തത്തിൽ പൊളിയുന്നു എന്നുള്ള ഒരു വലിയ സിഗ്നലാണ്. അപ്പോൾ അത് രണ്ടും കൂടെ ക്ലബ് ചെയ്താണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഈ ഫാബ് മീറ്റിങ്ങിൽ ആക്ച്വലി അതിലുള്ള മെമ്പേഴ്സ് ഒരുപാട് ക്വസ്റ്റ്യനുകൾ, അതുപോലെ കൗണ്ടർ ക്വസ്റ്റ്യനുകളൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം നല്ല കാര്യം തന്നെയാണ്. കാരണം ഒരു ചോദ്യം ചോദിച്ച് അവരുടെ ഒരു ഉത്തരം കേൾക്കാൻ വേണ്ടിയല്ല നമ്മളിരിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് എന്താണ് കൗണ്ടർ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുക. അങ്ങനെ 1-2 ഇൻസ്റ്റൻസുകളിൽ കുറേ പേര് ചോദ്യങ്ങൾ ചോദിച്ചു. ഇതിലൊരു ചോദ്യം അബിക്കിൻ്റെ അടുത്ത് ചോദിച്ചു, എന്തുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിൽ മാത്രം, ഇത് ആ ജേഴ്സിയുടെയൊക്കെ ഒരു പ്രിൻറ്റിങ് ഇഷ്യൂ അതിൻ്റെ ഇതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ കറക്റ്റ് ഓർക്കുന്നില്ല, പക്ഷേ അങ്ങനെ എന്തോ സംഭവമാണ്. എന്തുകൊണ്ട് ഈ മിസ്റ്റേക്കുകൾ ബ്ലാസ്റ്റേഴ്സിൽ കൂടുതൽ വരുന്നു എന്ന് ചോദിച്ചപ്പോൾ അബിക്ക് പറഞ്ഞത്, വേറെ ക്ലബ്ബുകൾ പോലെയല്ല, നമ്മുടെ ക്ലബിനെ ഒരുപാട് പേര് വാച്ച് ചെയ്യുന്നുണ്ട്. പുള്ളി കറക്റ്റ് എടുത്ത് പറഞ്ഞു, പുള്ളി റീസേർച്ച് ചെയ്തിട്ടുണ്ടത്രേ. യൂട്യൂബിൽ ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ചൊരു നെഗറ്റീവ് വീഡിയോ പറയുകയാണെങ്കിൽ അതിന് വ്യൂസ് വളരെ കൂടുതലായിരിക്കും. പോസിറ്റീവായിട്ട് പറയുകയാണെങ്കിൽ ഒട്ടും ഉണ്ടാവില്ല. ഒരു നറേറ്റീവ് ഇട്ട് കൊടുക്കുകയാണ്, മനസ്സിലായില്ലേ? ഇതാണൊരു സംഭവം. ഇത് പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഓക്കെ, നെഗറ്റീവ് പറയാൻ വേണ്ടി കുറെ ആൾക്കാർ ഇരിക്കുന്നുണ്ട്, അവർ ഈ നെഗറ്റിവിറ്റി പറഞ്ഞ് അവർ അരി മേടിക്കുന്നു, അങ്ങനെ ഒരു സാധനം. എന്തുകൊണ്ട് ഞാൻ ഇതിനെ നറേറ്റീവ് എന്ന് എടുത്തു പറയുന്നു എന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. കഴിഞ്ഞ 2 വീഡിയോകളിൽ, എൻ്റെ BFC ആയിട്ടുള്ള മത്സരത്തിന് ശേഷമുള്ള വീഡിയോയിൽ അതിൻ്റെ അകത്തൊരു കമൻറ്റ് പിൻ ചെയ്തിട്ടുണ്ട് ഞാൻ. അതിൽ വന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ക്ലബിൻ്റെ പ്രശ്നം യൂട്യൂബർമാരാണ്. ഈ ക്ലബ്ബ് വന്നതോടെ കുറേ യൂട്യൂബർമാർ പൊട്ടിമുളച്ചു കേരളത്തിൽ. അവർ വന്ന് ക്ലബിനെ ക്രിട്ടിസൈസ് ചെയ്തു. അവർ വന്ന് ചില കോച്ചുമാരെ പൊക്കി ആകാശത്തെത്തിച്ചു, പിന്നെ അവിടെ നിന്ന് തള്ളി താഴെ ഇട്ടു. അവരാണ് ഈ ക്ലബിനെ നശിപ്പിച്ചത്. അങ്ങനത്തെ ഒരു കമൻറ്റ്, ആ ഒരു അജണ്ടയുള്ള. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്രശ്നം എന്ന് വെച്ചൊരു ചെറിയ റീൽ ഞാൻ ചെയ്തിരുന്നു. ആ റീലിൻ്റെ അകത്തും ഇതുപോലെ, അതൊരു ഫേക്ക് അക്കൗണ്ടാണ്, ഒരു ഫേക്ക് നെയിമും ഒരു ഫേക്ക് പിക്ചറും ഒക്കെ ഇട്ടിട്ട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, നിങ്ങളെപ്പോലുള്ള ഒരു കള്ളം പറയുകയാണ് യൂട്യൂബർമാർ അല്ലെങ്കിൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് കള്ളങ്ങൾ പറഞ്ഞ് ഉണ്ടാക്കുകയാണ്, അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നമെന്ന്. ഇപ്പം മനസ്സിലായല്ലോ. ഈ ഫാബ് മീറ്റിങ്ങിൽ ഈ ഒരു നറേറ്റീവ് വന്നതിന് ശേഷം ഒരു ദിവസത്തിന് ശേഷം തന്നെ ഇൻസ്റ്റഗ്രാമിൽ ഒരു പ്രചരണം. ഇതിപ്പോൾ 1-2 പേരെ ഈ വീഡിയോസിൽ കമൻറ്റ് ചെയ്തിട്ടുള്ളൂ. ഇന്ന് ജസൽ ഈ കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ അടുത്ത മത്സരത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ റിസൾട്ടുകൾ വരാനുള്ള സാധ്യതകളുണ്ട് ഇനിയുള്ള മത്സരങ്ങളിൽ. അങ്ങനെ എന്ത് റിസൾട്ട് വന്നാലും നമ്മൾ ആരും മാഗ്നത്തിനെ പൊക്കി പറയാൻ പോകുന്നില്ല. അപ്പം തന്നെ ഈ ആൾക്കാരുടെ എണ്ണം വർദ്ധിക്കുകയുള്ളൂ, കൂടുതൽ ആൾക്കാർ വരും. ഇങ്ങനെയാണ് അങ്ങനെയാണ്, റിസൾട്ടുകൾ ഇമ്പ്രൂവ് ആയില്ലേ, അങ്ങനെ കുറേ പേര് വരും. ഈ ഫേക്ക് അക്കൗണ്ടിലും ഫേക്ക് നെയിമിലും ഒക്കെ വന്ന് പറയുന്നവർക്ക് ശരിക്കും ഒരു വിസിബിലിറ്റി കൊടുക്കാൻ എനിക്കൊരു താല്പര്യമില്ല. ബിക്കോസ് അങ്ങനെ ഒരു അക്കൗണ്ട് ഉണ്ടാക്കി ഒരു അഭിപ്രായം ഓൺലൈനിൽ വന്ന് പറയുന്നവനാണ് ഏറ്റവും വലിയ പരാജയം. ബിക്കോസ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് വന്നിരുന്ന് നിങ്ങളുടെ ഒപ്പീനിയൻ കറക്റ്റ് ഫാക്റ്റ് ആയിട്ട് സ്ട്രോങ് ആയിട്ട് നിങ്ങളുടെ മുഖം ഉപയോഗിച്ച് പറയാനുള്ളൊരു സ്പേസ് ഉണ്ട്. എന്നിട്ട് നിങ്ങൾ ഇതുപോലത്തെ ഫേക്ക് അക്കൗണ്ടുകളിൽ വന്ന് ഇങ്ങനത്തെ ചീപ്പായിട്ടുള്ള നമ്പറുകൾ, ഇപ്പോൾ എൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞു, അപ്പം അതിലൊരു ഫാക്ച്വൽ മിസ്റ്റേക്ക് ഉണ്ട് ഉണ്ടെങ്കിൽ നിങ്ങളത് കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ ആ വീഡിയോയിൽ ഞാൻ ആക്ച്വലി കമൻറ്റ് ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞിരുന്നു, എന്ത് നുണയാണ് ഞാനിവിടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് എൻ്റെ ചാനലിൽ പറഞ്ഞിട്ടുള്ളത്.
എന്ന് തെളിവ് സഹിതം നിങ്ങൾ പുറത്തു കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ ഈ പരിപാടി നിർത്തുന്നേ. എനിക്ക് ഇതും കൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ, ഈ യൂട്യൂബ് കൊണ്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥയൊന്നും എനിക്ക് ഇതുവരെ വന്നിട്ടുമില്ല, ഇനി അങ്ങോട്ട് വരികയില്ല. വേറെ എന്തെങ്കിലും പണിക്ക് പോയാലും ഞാൻ ജീവിക്കും. ഞാൻ ആക്ച്വലി ഫുൾ ടൈം ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. ഈ ആക്ച്വലി യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന പൈസ ഈ റെന്റ് കൊടുക്കാൻ പോലും എനിക്ക് തികയുന്നില്ല. പിന്നെയാണ് ആൾക്കാർ പറയുന്നത് ഇതിൽ നിന്ന് നമ്മൾ നെഗറ്റിവിറ്റി പറഞ്ഞ് നമ്മൾ പൈസ ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ നമ്മൾ റീച്ച് ഉണ്ടാക്കുന്നു, ഇങ്ങനത്തെ കാര്യമൊക്കെ. ജസൽ ഈ ക്ലബിലുള്ളപ്പോൾ ജസൽ ഈ ക്ലബിന്റെ ക്യാപ്റ്റനായിരുന്നു. വെറുതെ ഒരു റാൻഡം സ്ക്വാഡ് പ്ലെയറോ അല്ലെങ്കിൽ കളിക്കാണ്ടിരുന്ന മിനിറ്റ്സ് കിട്ടാണ്ട് വിഷമിച്ചിരുന്ന അങ്ങനെ ഒരു പ്ലെയർ പോലുമല്ല. ഈ ക്ലബിന്റെ ക്യാപ്റ്റന്റെ ആംബാൻഡ് ധരിച്ചൊരു പ്ലെയറാണ് ഇന്ന് മാനേജ്മെന്റിനെതിരെ ഇങ്ങനെ വന്ന് സംസാരിച്ചിരിക്കുന്നത്. ഇപ്പോഴും കുറേ പേര് ന്യായീകരിക്കും, ഇപ്പോഴും വന്ന് പറയും അതായിരിക്കും ഇതായിരിക്കും ജസലിന് എന്തെങ്കിലും ഇതിൽ നിന്ന് സ്വാർത്ഥ ലാഭം ഉണ്ടാവും, അങ്ങനെയൊക്കെയാണല്ലോ നറേറ്റീവുകൾ. കാരണം ഈ നറേറ്റീവ് എവിടെ നിന്നാണ് വരുന്നതെന്ന് ഇപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഫാബ് മീറ്റിങ്ങിൽ ഇങ്ങനെ ഒരു ഐഡിയ ഒരാൾ ഇടുന്നു, അത് ഏറ്റുപിടിക്കാൻ 1-2 പേര് വരുന്നു, പിന്നെ ഇത് ഒരു സംഭവമായിട്ട് വർക്ക് ചെയ്യുമല്ലോ. അത് തന്നെയാണ് ഞാൻ ആദ്യം മാനേജ്മെന്റിന്റെ ചോദ്യങ്ങൾ ചോദിച്ച വീഡിയോയിൽ ഞാൻ പറഞ്ഞതാണ്, ഇവൻച്വലി ഈ പ്രശ്നം എല്ലാം തിരിച്ച് എന്നെപ്പോലുള്ള ആൾക്കാരിലേക്ക് വരും. യൂട്യൂബർമാരാണ് ഇതിൻ്റെ പ്രശ്നം. ആ വീഡിയോ നിങ്ങളൊന്ന് എടുത്ത് കണ്ടു നോക്കിയാൽ മതി. അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു സമയം കഴിയുമ്പോൾ ഇവരെല്ലാവരും തിരിയും, ഇതെല്ലാ സംഭവം തിരിച്ചു വരും. നീയൊക്കെ അന്ന് ഇത് പറഞ്ഞില്ലേ, അത് പറഞ്ഞില്ലേ, ഇപ്പം എന്തായി അതായി എന്നൊക്കെ പറഞ്ഞ് ഈ സാധനം വരും. ഇത് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഇതിനെക്കുറിച്ച് പൂർണ്ണമായ ബോധം നമ്മുടെ ഉള്ളിലുമുണ്ട്. പക്ഷേ ഈ പറയുന്നതിലൊരു സബ്സ്റ്റൻസ് ഇല്ല എന്നിപ്പോഴും ഈ നിമിഷവും ഈ ജസലിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷവും നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് പിന്നെ ഒന്നും പറയാനില്ല. ലൈക്ക് ഇതിലും വലിയൊരു തെളിവ് നിങ്ങളുടെ മുമ്പിലേക്ക് വരാനില്ല. ഇനി ടെക്നിക്കലി നിങ്ങളെക്കാളും എന്നേക്കാളും കൂടുതൽ നോളജ് ആ ക്ലബിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഈ പ്ലെയേഴ്സിന് 100% ഉറപ്പുണ്ടാവും. അതിൽ ഡിബേറ്റ് ഒന്നുമില്ലല്ലോ. ക്ലബിൽ വർക്ക് ചെയ്ത പ്ലെയറിന് അറിയാം എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നതെന്ന്. ഇപ്പം ഞാനും പുറത്തിരിക്കുന്ന ആളാണ്, ഇപ്പം ഈ എനിക്കെതിരെ കമൻറ്റ് ചെയ്ത ആളും പുറത്തിരിക്കുന്ന ആളായിരിക്കാം, നമുക്കറിയില്ല. പക്ഷെ ഒരു പ്ലെയർ വന്ന് പറയുമ്പോൾ അതിൽ എന്തെങ്കിലും ഒരു കാര്യമില്ലാണ്ട് ഒരു പ്ലെയർ എന്തിനത് പറയണം? ഇപ്പം ഈ ചില ആൾക്കാർ പറയുന്നുണ്ടല്ലോ കള്ളം നമ്മൾ പറയുന്നുണ്ടെന്ന്. അങ്ങനെ പറയാനാണെങ്കിൽ ഞാൻ പറയട്ടെ, കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് ആരോപണങ്ങൾ വെച്ച് മാത്രം, അലിഗേഷൻസ് വിത്തൗട്ട് പ്രൂഫ് സംസാരിക്കാനാണെങ്കിൽ ഞാൻ പറയാം, നിങ്ങളിൽ പലരും കേട്ട് കഴിഞ്ഞാൽ ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങൾ ഈ ക്ലബിനെ കുറിച്ച് പല സ്ഥലങ്ങളിലും ഡിസ്കഷൻസ് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് പൂർണ്ണ ബോധ്യം എനിക്കുമുണ്ട്. ഞാനത് വന്ന് ചെയ്യാത്ത എന്താണെന്ന് വെച്ചാൽ അത് എൻ്റെ ഒരു മര്യാദയാണ്, മനസ്സിലായില്ലേ? ഒരു ആരോപണം ഒരാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിന് വ്യക്തമായൊരു സോഴ്സ് ഇല്ലെങ്കിൽ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സോഴ്സ് ഇല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്യില്ല. അതാണ് എൻ്റെ ഒരു ജേർണലിസ്റ്റിക് പ്രിൻസിപ്പിൾ. അങ്ങനെയാണ് നമ്മൾ എപ്പോഴും പഠിച്ചിട്ടുള്ളത്, അത് തന്നെയാണ് നമ്മൾ ഫോളോയും ചെയ്യുള്ളൂ. അപ്പോൾ വെറുതെ വ്യൂസിന് വേണ്ടി നെഗറ്റിവിറ്റി പറയാനാണെങ്കിൽ നമ്മളൊക്കെ എന്തോരം കാര്യങ്ങൾ ഇവിടെ വന്ന് പറയണം? അതൊന്നും പറയുന്നില്ലല്ലോ. വ്യക്തമായ പ്രൂഫുള്ള കാര്യങ്ങളെക്കുറിച്ച് മാത്രമേ ഇവിടെ കണ്ടന്റ് ചെയ്യുന്നുള്ളൂ. സ്പോർട്ടിംഗ് ഡിസിഷനിലെ പ്രൂഫ് നമുക്കറിയാം, നമ്മുടെ മുമ്പിലുണ്ട്. എന്തൊക്കെ തീരുമാനങ്ങൾ എങ്ങനെയൊക്കെയാണ് ബാക്ക് ഫയർ ചെയ്യുന്നതെന്ന്. ഇപ്പം പ്ലെയേഴ്സ് പറഞ്ഞ കാര്യമുണ്ട്. പ്ലെയേഴ്സ് പബ്ലിക്കായിട്ട് അവരുടെ ഫേസ് കാണിച്ച് പുറത്ത് വന്ന് ഫാൻസിനോട് പറയുന്ന ഒരു സിറ്റുവേഷനാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരു കോച്ച് ഇവിടെ നിന്ന് പോയ ഒരു കോച്ച് നൽകിയ ഇൻ്റർവ്യൂ നമ്മുടെ കയ്യിലുണ്ട്. ഇതൊക്കെയല്ലേ ക്ലിയർ പ്രൂഫ്? ഇതിലും വലിയ ക്രെഡിബിലിറ്റി എവിടെ നിന്ന് വേണം, ആർക്ക് വേണം? അപ്പോൾ ശരിക്കും യൂട്യൂബർമാർ തന്നെയാണോ ഈ ക്ലബിന്റെ ശാപം എന്ന് ചിലരൊക്കെ ഒന്നും കൂടെ ചിന്തിച്ചു നോക്കാമെന്ന് എനിക്ക് പറയാനുള്ളൂ. ബിക്കോസ് ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഇപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്ന ആള് അല്ലെങ്കിൽ ഒരു യൂട്യൂബർ എന്നൊന്നും ആരും കാണേണ്ട കാര്യമില്ല. ഈ യൂട്യൂബ് തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകനായിരുന്നു. ഇനിയിപ്പോൾ എന്തായാലും ഇതിലും വലിയ തെളിവുകളൊന്നും ആർക്കും വേണ്ടല്ലോ. ഇതൊരു നറേറ്റീവാണ്. ശരിക്കും പറഞ്ഞില്ലേ, ഇതൊരു തരം കോർപ്പറേറ്റ് തന്ത്രമാണ്, മനസ്സിലായില്ലേ? എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ ഇവരങ്ങനെ ഒരു അസ് അഗെയിൻസ്റ്റ് ദ വേൾഡ് എന്നുള്ള ഒരു മെന്റാലിറ്റി ഇവിടെ കൊണ്ടുവരും. നിങ്ങൾ ഇന്ന് കഴിഞ്ഞ കളിയിൽ അവിടെ ഒരു ബാനർ വന്ന് ശ്രദ്ധിച്ചിരുന്നോ? അവർ ലോയൽറ്റി ഈസ് ടു ദ ബാഡ്ജ് എന്ന് പറഞ്ഞ്. അത് മഞ്ഞപ്പട ഇൻസ്റ്റയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു, അവരെല്ലാം അത് ഇട്ടെന്ന്. പിന്നെ ആ സാധനം അവിടെ ആരിട്ടു എന്നുള്ള ചോദ്യമുണ്ട്. ഫാൻ അഡ്വൈസറി ബോർഡ് മീറ്റിംഗിൽ എപ്പോഴും ഇവർ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സംഭവം, ഒരു ടോൺ ഇതാണ്: ഞങ്ങൾക്ക് തെറ്റുപറ്റി, പക്ഷെ ഞങ്ങളുടെ എംപ്ലോയീസിനെ എല്ലാവരെയും ഞങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ഞാൻ ആരെയും ഇപ്പം ജേഴ്സിയുടെ ഒരു ഇതിലൊരു തെറ്റുപറ്റി, ഞാനത് അവരൊന്നും പബ്ലിക്കലി കോൾ ഔട്ട് ചെയ്യില്ല. നമ്മൾ ആരും പറഞ്ഞിട്ടില്ല ഈ കിറ്റ് മാനേജറിനെ കോൾ ഔട്ട് ചെയ്യണമെന്ന്. ഇത് എവിടത്തെ നറേറ്റീവാണ്? നമ്മൾ പറഞ്ഞത് ഈ ഒരു കാര്യം ചേഞ്ച് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, അല്ലാണ്ട് ഈ കിറ്റ് മാനേജറിനെ പറഞ്ഞു വിടണമെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ബാക്ക് റൂം സ്റ്റാഫിലുള്ള ഒരു ഡോക്ടർ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടു. ഈ കാര്യത്തിനെ കുറിച്ചൊക്കെ വേണമെങ്കിൽ എടുത്ത് വീഡിയോ ചെയ്യാം. ഇതൊന്നും ചെയ്യാത്തതെന്ന് വെച്ചാൽ ഇതൊന്നും ഡിസർവ് ചെയ്യുന്നില്ല. ഒരു കോണ്ടന്റിന് ഒരു നിലവാരം വേണ്ടേ? ഇന്നലെ കയറി വന്ന ഒരാൾ വന്നിട്ട് അതും എവിടെ നിന്നാണ് വന്നത്, എങ്ങനെയാണ് വന്നതെന്നുള്ളതിനെ കുറിച്ച് ഒന്നും
നമ്മൾ ചോദിക്കണമെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കാം. നിങ്ങൾക്കറിയാമല്ലോ അങ്ങനെ എത്ര പേര് ഈ ക്ലബിലേക്ക് വന്നിട്ടുണ്ട്, ഈ ക്ലബിൽ പണിയെടുത്ത എത്ര പേര് ഈ ക്ലബിൽ നിന്ന് പോയി. ഇതിനെക്കുറിച്ചൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാം. ഇതിനെക്കുറിച്ച് ഒന്നും ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതൊരു മര്യാദയാണ്. കാരണം ഒരു ക്ലബ്ബ് നടത്തുന്ന ആൾക്കാർ അവർക്ക് ഇഷ്ടമുള്ള സ്റ്റാഫിനെ കൊണ്ടുവരുന്നു, അവർക്കൊരു ടീം സെറ്റ് ചെയ്യാൻ അത്ര വരെ ലിബർട്ടി നമ്മൾ ഇവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടും ഇവരൊക്കെ ഫാൻസിനെ കബളിപ്പിക്കുക, അല്ലെങ്കിൽ ഫാൻസിനെ കളിയാക്കുക. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാത്തപ്പോൾ ഈ ജയിച്ചപ്പോൾ നിങ്ങൾ എന്തിനു സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ ഒരു മെസ്സേജ് അവിടെ നിന്ന് വരുന്നു. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങളൊക്കെ 1 വർഷം 2 വർഷമല്ലേ ഈ ക്ലബിൻ്റെ അടുത്ത് ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ 2014 തൊട്ടുണ്ട്. ഇനി നാളെ നിങ്ങൾ പോകേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അന്നും നമ്മൾ ഇവിടെ തന്നെ ഉണ്ടാവും. അപ്പോൾ ഈ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് കറക്റ്റാണ്. ഒരുപാട് എംപ്ലോയീസ് അവിടെ സാക്രിഫൈസ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. അവർ പേ കട്ടുകൾ എടുത്തിട്ടുണ്ടാവും. കുറേ ലോക്കലായിട്ടുള്ള മലയാളി ആൾക്കാരുണ്ടാവും. അവരെയൊക്കെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ഈവൻ മലയാളി അല്ലാത്ത ആൾക്കാർ പോലും പേ കട്ട് എടുത്ത് നിൽക്കുന്ന എല്ലാവരെയും ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ നമ്മളിവിടെ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇവർ ഈ മാനേജ്മെന്റിലോട്ട് വന്നപ്പോൾ ഇവിടെ നിന്ന് എത്ര പേരുടെ ജോലി നഷ്ടമായി എന്നുള്ളത്. പക്ഷേ ഈ മാനേജ്മെന്റ് വന്നതിന് ശേഷം ഈ ക്ലബിൽ ഒരുപാട് നാൾ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കുറേ പേര് ഓവർനൈറ്റ് ഈ ക്ലബിൽ നിന്ന് പോകേണ്ട സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ജസൽ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടല്ലോ, എത്ര ആൾക്കാർ പേര് പറഞ്ഞിട്ടുണ്ട്. ഒരു പ്രീവിയസ് മാനേജറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരു മസൂറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഒരു ഡ്രൈവർ, അങ്ങനെ എന്തൊക്കെയോ കുറേ ബാക്ക്റൂം സ്റ്റാഫിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ അവരെയൊക്കെ എന്തുകൊണ്ട് മാറ്റി? അല്ലെങ്കിൽ അവരൊന്നും ഈ ക്ലബിന് കോൺട്രിബ്യൂട്ട് ചെയ്തതൊന്നും അല്ലേ? അപ്പൊ അവിടെയാണ് അവിടെ ഒരു വലിയ ഇരട്ടത്താപ്പ് വരുന്നത്. ലൈക്ക് ഇവരുടെ ആൾക്കാരെ ഇവർ പ്രൊട്ടക്ട് ചെയ്യും, എന്നാൽ ഈ ക്ലബിനെ കുറിച്ച് ഒരുപക്ഷെ ഇവരെയൊക്കെ കൂടുതൽ അറിയാവുന്ന ആൾക്കാരായിരുന്നു ഇരിക്കുക അവർ. കാരണം ഇത്രയും വർഷം ഇവിടെ വർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇപ്പം ഈ സിഇഒന്റെ ടീമും ഒക്കെ വന്നിട്ട് കുറച്ച് നാളുകളല്ലേ എന്തായാലും ആയിട്ടുള്ളൂ. അപ്പം അവരെയൊക്കെ എന്തുകൊണ്ട് ഈ ക്ലബിൽ നിന്ന് പറഞ്ഞു വിട്ടു എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ഇത്രയും ഭയങ്കര പ്രൊട്ടക്റ്റ് ചെയ്യുന്ന എംപ്ലോയീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ലീഡർ ആയിരുന്നെങ്കിൽ എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു വലിയ ചോദ്യം ഇവിടെ ഉണ്ട്. പിന്നെ ഇതൊക്കെ ചെറുത്. ഏറ്റവും വലിയ ആരോപണം ജസൽ നടത്തിയിരിക്കുന്നത് കരോളിസിനെതിരെയാണ്. എന്തായാലും നിങ്ങൾ ആ ഫാബ് മീറ്റിംഗ്, ഞാൻ ഇത് വീണ്ടും പറയുന്നുണ്ട്, നിങ്ങൾ ആ സംഭവത്തിൽ ഈ കാരോളിസിനോട് ഫാബിലെ ആൾക്കാർ ചോദിച്ച ചോദ്യങ്ങളും കണ്ടു നോക്കുക. ഫാബിന്റെ ട്വിറ്ററിൽ ഉണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ നിങ്ങൾ എടുത്തു നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് കാരോളിസിനോട് വളരെ ക്ലിയർ ആയിട്ട് ചോദിക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്ത് ചോദ്യം ഒരാൾ ചോദിക്കുന്നത് എന്താണ്, ഇത്രയും വർഷം നിങ്ങൾ ഇവിടെ നിന്നിട്ട് എന്തുകൊണ്ട് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യാൻ ഡിസർവ് ചെയ്യുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെന്ന് വരെ വളരെ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. അതിന് പോലും പുള്ളി മര്യാദക്കുള്ള മറുപടി അല്ല പറയുന്നത്. പുള്ളി പറയുന്നത് എൻ്റെ എബിലിറ്റിയിൽ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്, പിന്നെ ഇതിനെക്കുറിച്ച് ഞാൻ കമൻറ്റ് ചെയ്യില്ല, ഞാൻ കമൻറ്റ് ചെയ്താൽ എന്തെങ്കിലും ഹെഡ്ലൈൻസ് ആയി പോകും, അത് ഭയങ്കര വലിയ ഹെഡ്ലൈൻ ആയിട്ട് അത് നാളെ വരും, അതുകൊണ്ട് ഞാൻ കമൻറ്റ് ചെയ്യില്ല. അങ്ങനെ ഏതൊരു ചോദ്യത്തിന് പുള്ളി, അത് ഈ കറക്റ്റ് ചോദ്യമാണെന്നറിയില്ല, പക്ഷെ ഏതോ ഒരു ചോദ്യത്തിന് പുള്ളി അങ്ങനെ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരാൾ ചോദിച്ചു, ഇപ്പം ഒന്നും ഇമ്പ്രൂവ് ആവുന്നില്ലല്ലോ, അപ്പം ഈ സീസൺ ഇങ്ങനെ നശിഞ്ഞ രീതിയിൽ പോവുകയാണെങ്കിൽ അടുത്ത സീസൺ ഇതിട്ടിട്ട് വേറെ ആർക്കെങ്കിലും പണി ഏൽപ്പിച്ച് പോകാനുള്ള ഉദ്ദേശമുണ്ടോ? അങ്ങനെ വരെ ചോദിച്ചു. വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ പോവോ ഇല്ലയോ എന്നുള്ള വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യം ചോദിച്ചു. അതിനും കരോളിസ് മര്യാദക്കുള്ള മറുപടി പറഞ്ഞിട്ടില്ലെന്നുള്ളതാണ്. പുള്ളി ഇങ്ങനെ പറഞ്ഞു, ഇതൊക്കെ തന്നെയാണ് പുള്ളി പറഞ്ഞത്, എനിക്ക് നിങ്ങളുടെ അടുത്ത് എൻ്റെ എബിലിറ്റിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല, എൻ്റെ എബിലിറ്റിയിൽ എനിക്ക് വിശ്വാസമുണ്ട്, അപ്പോൾ ആൾക്കാർക്ക് അത് ഡൗട്ട് ചെയ്യണമെങ്കിൽ ചെയ്യാം, എനിക്കതൊന്നും കുഴപ്പമില്ല, ഞാനത് എൻ്റെ പണി ചെയ്യും. അപ്പം നിങ്ങൾ തന്നെ ആ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്നുള്ളൊരു ഒപ്പീനിയനിലേക്ക് നിങ്ങൾ വരിക. എന്നിട്ട് നിങ്ങൾ ഈ ജസൽ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ഇതൊന്ന് കണക്ട് ചെയ്ത് നോക്കുക. അപ്പം കുറച്ചെങ്കിലും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് ഫോം ചെയ്യുക. ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് ഇവിടെ എന്ന് പറയുന്നത്, മനസ്സിലായില്ലേ? ആൻഡ് എൻ്റെ ഒപ്പീനിയൻ നിങ്ങൾ അഗ്രി ചെയ്യണമെന്ന് എവിടെയും എഴുതി വെച്ചിട്ടില്ല. നിങ്ങൾക്കത് കാണാം, നിങ്ങൾക്ക് നിങ്ങളുടേതായ റിസർച്ച് നടത്താം, നിങ്ങൾ പോയി ചെക്ക് ചെയ്യുക, ഈ മീറ്റിംഗ്സ് കാണുക, ഇവരുടെ ന്യായീകരണങ്ങൾ എന്താണെന്ന് നിങ്ങൾ കേൾക്കുക, എന്താണ് ഇവരെക്കുറിച്ച് പ്ലേയേഴ്സ് പറയുന്നതെന്ന് കേൾക്കുക. അപ്പോൾ ഇതൊക്കെ തമ്മിലൊരു കോറിലേഷൻ എനിക്ക് കണ്ടെത്താൻ പറ്റി, മനസ്സിലായില്ലേ? കാരണം കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് ഞാൻ പല സ്ഥലങ്ങളിലും ഈ ഒരു ചെറിയ നറേറ്റീവ് കാണുന്നുണ്ട്. ഇപ്പം എൻ്റെ വീഡിയോസിലാണെങ്കിലും ആൾക്കാർ 1-2 പേര് വന്ന് കമൻറ്റ് ചെയ്തു, അങ്ങനെ കുറ്റം പറയരുത്. പിന്നെ കുറച്ച് നാൾ മുമ്പും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ 1-2 കമൻറ്റുകൾ വരാറുണ്ടായിരുന്നു, മാനേജ്മെൻറ്റിനെ കുറ്റം പറയരുത്, അല്ലെങ്കിൽ സ്പോർട്ടിംഗ് ഡയറക്ടറിനെ കുറ്റം പറയരുത്. പക്ഷേ ഇപ്പോൾ ഈ ഫാബിൻ്റെ മീറ്റിങ്ങിൽ ഈ അബിക്ക് ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇട്ടല്ലോ, ഈ യൂട്യൂബിലെ വീഡിയോസിൻ്റെ വ്യൂസിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്, ആ കമൻസും കൂടെ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ഇതിൻ്റെ നറേറ്റീവുകൾ ഒരുപക്ഷെ എവിടെ നിന്നായിരിക്കാൻ വരുന്നതെന്ന്. ബിക്കോസ് പുള്ളിക്ക് അവിടെ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കേണ്ട ഒരു കാര്യമില്ല, മനസ്സിലായില്ലേ? പിന്നെ ഒരിക്കലും ഒരു ക്ലബിൻ്റെ CEO ഒക്കെ ഇങ്ങനെ വന്നിരുന്ന് ഇത്രയും പെർഫോമൻസുകൾ മോശമാകുമ്പോൾ അല്ലെങ്കിൽ എടുത്ത തീരുമാനങ്ങൾ ബാക്ക് ഫയർ ചെയ്യുമ്പോൾ ഇങ്ങനൊരു സാധനത്തിലേക്ക് പോയിന്റ് ചെയ്യേണ്ട കാര്യമില്ല, മനസ്സിലായില്ലേ? ഇതെല്ലാ ക്ലബ്ബുകളിലും ഈ സ്ക്രൂട്ടിനി ഉണ്ടാവും. ഫാൻസ് കൂടുതലുള്ള ക്ലബ്ബുകളിൽ ഇങ്ങനത്തെ സ്ക്രൂട്ടിനി ഫേസ് ചെയ്യാൻ തന്നെ തയ്യാറായിരിക്കണം. ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ കുറിച്ച് മാത്രമാണോ ആൾക്കാർ യൂട്യൂബിൽ വീഡിയോസ് ചെയ്യുന്നത്?
പുറം രാജ്യങ്ങളിൽ ഇപ്പം അബിക്ക് തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ജേഴ്സിയിൽ ഒരു തെറ്റ് പറ്റിയ കാര്യത്തിനെ കുറിച്ചൊരു എക്സാമ്പിൾ എടുത്തു. മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കുറിച്ച് കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരില്ലേ, അതുപോലെ വേറെ ക്ലബ്ബുകൾ. ഞാൻ ഒരു ചെൽസി ഫാൻ ആയിട്ട് ചെൽസിയുടെ ആൾക്കാർ കോണ്ടന്റ് ക്രിയേറ്റേഴ്സ് ചെയ്യുന്നില്ലേ. ഇപ്പം ഏറ്റവും വലിയ പ്രൊട്ടസ്റ്റുകളിൽ ഒന്ന് നടക്കുന്നത് ചെൽസിയിലാണ് ആക്ച്വലി. ഇതുപോലെ തന്നെ ഓണർഷിപ്പിനെതിരെയുള്ള ആക്ച്വലി എൻ്റെ ഒരു വിധി ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, എൻ്റെ 2 ഫുട്ബോൾ ക്ലബ്ബുകൾ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള 2 ഫുട്ബോൾ ക്ലബ്ബുകൾ, കേരള ബ്ലാസ്റ്റേഴ്സും ഇവിടെ ചെൽസിയും ഉണ്ട്. ഈ 2 ക്ലബ്ബുകളിലും ഓണേഴ്സിനെതിരെ വലിയ വലിയ പ്രൊട്ടസ്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ യുണൈറ്റഡ് ആയിട്ടുള്ള ശനിയാഴ്ചത്തെ മത്സരത്തിന് മുമ്പ് ഒരു വലിയ പ്രൊട്ടസ്റ്റ് വിളിച്ചേക്കാണ്. ഇന്ന് ആക്ച്വലി ചെൽസിയുടെ ഓണറായ എഗ്ബാലി ആക്ച്വലി വന്നൊരു ഇൻ്റർവ്യൂ ഒക്കെ നൽകിയിട്ടുണ്ട്. നമ്മുടെ ട്രാൻസ്ഫർ സ്ട്രാറ്റജി മാറ്റുമെന്നൊക്കെ പറഞ്ഞ് പുള്ളി ഈ ഫാൻസിൻ്റെ പ്രശ്നം കൊണ്ട് പുള്ളി പബ്ലിക്കലി വന്നൊരു ഇൻ്റർവ്യൂ നൽകേണ്ട സിറ്റുവേഷൻ വന്നു. ഫാബ് കാര്യങ്ങൾ ചോദിച്ചതിൻ്റെ അകത്ത് അവർ വന്ന് എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്, ഞങ്ങളുടെ ഭാഗത്ത് തെറ്റുപറ്റിയെന്നുള്ളത്, ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ളത്. ആ ഒരു മീറ്റിങ്ങിൻ്റെ ബെസ്റ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ അത് റെക്കോർഡിക്കലാണ്. നമുക്കറിയാം ഇവർ ക്യാമറയിൽ വന്ന് ഇവർ മീറ്റിങ്ങിൽ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, പല കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളെ കൊണ്ട് ഈ ജോലി പറ്റില്ലെന്ന് തെളിയുകയാണെങ്കിൽ ഞങ്ങൾ ഇതിട്ടിട്ട് പോകും, അങ്ങനത്തെ കാര്യങ്ങൾ വരെ അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് റെക്കോർഡിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. അതാണ് ഈ ഒരു മീറ്റിങ്ങുകളിൽ നിന്ന് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ഒരു നല്ല കാര്യം. ഇതൊരു അക്കൗണ്ടബിലിറ്റി കൊണ്ടുവരാൻ വേണമെങ്കിൽ ഇത് വീണ്ടും നമുക്കിത് മുന്നോട്ട് കൊണ്ടുവന്ന് എപ്പോഴെങ്കിലും ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളിലേക്ക് റെഫർ ചെയ്ത് വീണ്ടും ഇവരെ ഈ പോയിന്റിലേക്ക് കൊണ്ടുവരാം. അവർ കൗണ്ടർ ക്വസ്റ്റ്യനുകൾ ചോദിച്ചു, കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിച്ചു. അതൊക്കെ എന്തായാലും ക്രെഡിറ്റ് അർഹിക്കുന്നുണ്ട്. ഓബ്വിയസ്ലി ഇതിലും കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാൻ പറ്റുമോ? ഓബ്വിയസ് ആയിട്ടും പറ്റും. വേറെ ആൾക്കാർ വരുമ്പോൾ വേറെ ഐഡിയാസ് വരും, വേറെ ചോദ്യങ്ങൾ വരും. ഇപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യം വേറൊരാൾ ചോദിക്കുന്ന ചോദ്യം ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ എന്തെങ്കിലുമൊക്കെ റെക്കോർഡിക്കലായിട്ട് ഇവരിൽ നിന്നും കറക്റ്റായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് എന്തെങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് നേടിയെടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം ആ മീറ്റിങ്ങിൽ സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും അതുകൊണ്ട് തന്നെ അതിനുശേഷം ഈ നറേറ്റീവ് പുറത്തുവിട്ട ആളെയും അതുപോലെ തന്നെ കോൺഫിഡൻസിലിരിക്കുന്ന ആളെയും ഇവരെക്കുറിച്ചൊക്കെ നമുക്കൊരു ഐഡിയ, ഒരു ക്ലിയർ പിക്ചർ ഇപ്പോൾ കിട്ടി. അതിനുശേഷം ഒരു ദിവസം 1-2 ദിവസങ്ങൾക്ക് ശേഷം ഇപ്പോൾ ജസലിൻ്റെ വെളിപ്പെടുത്തലും വന്നു. ഇതിൽ കൂടുതൽ എന്ത് വേണമെന്ന് എനിക്കറിയില്ല. ഇപ്പം എന്തായാലും ഞാൻ പറഞ്ഞല്ലോ, ഇത് പ്രശ്നം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയുന്തോറും ഓരോരോ വെളിപ്പെടുത്തലുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ആൾക്കാർ ഇങ്ങനത്തെ അനുഭവം ഉണ്ടെങ്കിൽ, പഴയ സ്റ്റാഫുകളോ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും അനുഭവങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അവരെല്ലാവരും പുറത്തേക്ക് വരട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഇത്രയും വലിയ നമ്മൾ അറിയാത്ത എന്തെങ്കിലും കളികൾ ഈ ക്ലബിൻ്റെ പിന്നിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് ഓരോ ആരാധകനും അറിയാൻ ഡിസേർവ് ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ലേ? ഈ ക്ലബിൽ സമയം ഇൻവെസ്റ്റ് ചെയ്ത, പൈസ ഇൻവെസ്റ്റ് ചെയ്ത ഒരുപാട് ആൾക്കാരുണ്ട്. ഇപ്പം എനിക്കും പല ആൾക്കാർക്കും ഒരു ലക്ഷറി ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ സീസൺ ടിക്കറ്റ് എടുത്താലും കളി കാണാണ്ടിരിക്കാൻ പോവാം, അങ്ങനെയൊക്കെ. പക്ഷെ അങ്ങനെയല്ല, ഒരുപാട് സാക്രിഫൈസ് ചെയ്ത് ഒരുപാട് പൈസ ചിലവാക്കി, അതുപോലെ ഒരുപാട് മെൻ്റലി ഒരുപാട് ട്രാവൽ ചെയ്ത്. ഞാനിപ്പോൾ കൊച്ചിയിലാണ് താമസിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ഒരു 20 മിനിറ്റിൽ സ്റ്റേഡിയത്തിലെത്താം. എനിക്ക് അത്ര ട്രാവലോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ഓരോ മത്സരം കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് പോകുമ്പോഴും ഓരോ ആൾക്കാരെ കാണാറുണ്ട്. അവർ ആദ്യത്തെ മെട്രോ പിടിച്ച് സൗത്തിലോ നോർത്തിലോ പോയി, പിന്നെ ലോങ് ട്രെയിൻ പിടിച്ച് മലബാറിലോട്ടും അതുപോലെ തന്നെ മറ്റേ ട്രിവാൻഡ്രം സൈഡിലോട്ടും ഒക്കെ പോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരൊക്കെ ചെയ്തിരിക്കുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് ആണല്ലോ ഈ ക്ലബിലോട്. ശരിക്കും നമ്മുടെ ഫാൻസ് ഇതൊന്നും ഡിസർവ് ചെയ്യുന്നില്ല. ഇതിലൊക്കെ ബെറ്ററായിട്ട് ഏത് ക്ലബിൻ്റെ ഫാൻസാണ് നമ്മുടെ ഫാൻസ് ക്ലബിന് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന പോലത്തെ കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള ഒരു ക്ലബ്ബ് ISL അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന് തന്നെയാണ്. അപ്പം അവരെയൊക്കെ കബളിപ്പിച്ചുകൊണ്ട് ഇവിടെ ഇങ്ങനത്തെ നറേറ്റീവുകൾ സെറ്റ് ചെയ്യാനും, ഇവിടെ ഇങ്ങനെ നമ്മളൊക്കെ അറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിലൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ അതും പുറത്തേക്ക് വന്നോന്നുള്ളതിൽ ഒരു സംശയമില്ല. ജസലിനെ പോലെ ഇങ്ങനെ ഈ ക്ലബിൻ്റെ ക്യാപ്റ്റനായിരുന്ന ഒരാളത് വന്ന് പറയുമ്പോൾ അതിൽ ക്രെഡിബിലിറ്റി ഉണ്ട്. പുള്ളി ഉപയോഗിച്ച വാക്കുകൾ ഇത്തിരി ഹാർഷാണ്. ഒരു പേഴ്സണൽ ലൈൻ ക്രോസ് ചെയ്യുന്നൊരു വേർഡ് പുള്ളി ഉപയോഗിച്ചു. അത് ഞാൻ എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ആരെയും പേഴ്സണലി അബ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. മേ ബി അത് പുള്ളിയുടെ ഫ്രസ്ട്രേഷൻ ആയിരിക്കാം, പുള്ളിക്ക് പറ്റിയ ഒരു ദേഷ്യമായിരിക്കാം, എന്തെങ്കിലും ഇതിൻ്റെ പിന്നിൽ ഇവർ തമ്മിൽ പേഴ്സണൽ ഇഷ്യൂ എന്തെങ്കിലും ഉണ്ടോ എന്നൊന്നും നമുക്ക് അറിയില്ല. എന്തായാലും ഇവിടെ ഏറ്റവും കൂടുതൽ ഫോക്കസ് പോവേണ്ടത് പക്ഷെ അതിലല്ല. ഏറ്റവും കൂടുതൽ ഫോക്കസ് പോവേണ്ടത് നമ്മുടെ മുൻ ക്യാപ്റ്റനായ ജസൽ വെളിപ്പെടുത്തിയ കാര്യങ്ങളെക്കുറിച്ചാണ്. എന്തുകൊണ്ട് ഇത്രയും പാഷനേറ്റായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരുപാട് പേരെ ഈ ക്ലബിൽ നിന്നും ഈ ഒരു പുതിയ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് വന്നപ്പോൾ, അല്ലെങ്കിൽ പുതിയൊരു സ്പോക്സ് പേഴ്സൺ CEO വന്നപ്പോൾ എന്തുകൊണ്ട് അവരെ പിരിച്ചുവിട്ടു, എന്തുകൊണ്ട് വേറെ അപ്പോയിൻമെൻറ്റുകൾ ഇവിടെ സംഭവിച്ചു, എന്തുകൊണ്ട് ചില ആൾക്കാർക്കെതിരെ ചോദ്യങ്ങൾ ഉയരുന്നില്ല എന്നൊക്കെയുള്ള വളരെ പ്രസക്തിയുള്ള ചോദ്യങ്ങളാണ് എന്തായാലും ജസൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു സിറ്റുവേഷൻ ഏറ്റെടുക്കുക എന്നുള്ളതിൽ ഒരു സംശയമില്ല. കാരണം ഇതിലും വലിയൊരു ക്രെഡിബിൾ ആയിട്ടുള്ള സോഴ്സിന് ആര് വരാനാണ്? നമ്മുടെ ഒരു മുൻ ക്യാപ്റ്റൻ തന്നെ വന്ന് പറയുമ്പോൾ അതിനെന്തായാലും ഒരുപാട് ക്രെഡിബിലിറ്റി ഉണ്ട്. ഞാനൊക്കെ ഇവിടെ വന്ന് വീഡിയോയിൽ മുമ്പിലിരുന്ന് പറയുന്ന പോലെ അല്ലല്ലോ.
ക്ലിയർ ആയിട്ട് ഫസ്റ്റ് ഹാൻഡ് എവിഡൻസ് ആണല്ലോ ഇത്. നമ്മളൊക്കെ പ്രൂഫ് ഇല്ലാണ്ട് സംസാരിക്കുന്ന ആൾക്കാരാണല്ലോ. നെഗറ്റീവ് പറഞ്ഞ് വ്യൂസ് ഉണ്ടാക്കാനും പൈസ ഉണ്ടാക്കാനും റീച്ച് ഉണ്ടാക്കാനും അതുപോലെ തന്നെ പോപ്പുലാരിറ്റി ഉണ്ടാക്കാനും വേണ്ടി വീഡിയോ ചെയ്യുന്ന ആൾക്കാരാണല്ലോ. അപ്പം ജസലിന് ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, ഒരു കാര്യമില്ല. ഒരു റീല് പോലും ആയിട്ടല്ല പുള്ളി അത് ഇട്ടിരിക്കുന്നത്. പുള്ളി അത് പുള്ളിയുടെ സ്റ്റോറി ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു മോണിറ്ററി ഗെയിനോ ഒരു പേഴ്സണൽ ഗെയിനോ എന്തുകൊണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം അങ്ങനെ ഒരു പ്ലെയറിന് ഇത് തുറന്നടിച്ച് പറയണമെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും എന്ന് വിശ്വസിക്കാനുള്ള എല്ലാ റൈറ്റും നമുക്കുണ്ട്. എന്തായാലും ഇതിനെയും ന്യായീകരിക്കാനുള്ള ആൾക്കാർ ന്യായീകരിച്ചോളൂ. നിങ്ങൾ ക്ലബിന് എന്തോ വലിയ നല്ല കാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയോ ബാക്കിയുള്ളവരെക്കാളും ഡിഫറെൻ്റ് ആണെന്നുള്ള ഒപ്പീനിയനൊക്കെ ഉള്ള ആൾക്കാരുണ്ടാവും. ചിലപ്പോൾ ഇതൊക്കെ പൈസ കൊടുത്ത് തന്നെ പലരും PR-ന് വെച്ചിരിക്കുന്ന കുറേ അക്കൗണ്ടുകൾ, ഈ ഫേക്ക് അക്കൗണ്ടുകളുടെ കാര്യമായിട്ട് ഞാൻ പറയുന്നത്. ഫേക്ക് അക്കൗണ്ട് പേരും വ്യാജ ID എന്നൊക്കെ വന്ന് കമൻറ്റ് ചെയ്യുന്നവരൊക്കെ ചിലപ്പോൾ അങ്ങനത്തെ ആൾക്കാരായിരിക്കാം. എന്തു തന്നെയായാലും നിങ്ങളെല്ലാവരും പ്രയത്നിച്ചോളൂ. നിങ്ങളെല്ലാവരും യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നവരെയും ബാക്കിയുള്ളവരെയും സത്യങ്ങൾ വിളിച്ച് പറയുന്നവരെയൊക്കെ കുറ്റക്കാരാക്കിക്കോളൂ. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓരോന്നായിട്ട് പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഈ ക്ലബിനെ കുറിച്ച് ഇങ്ങനെയുള്ള ക്രെഡിബിൾ സോഴ്സുകളിൽ നിന്നും ഇങ്ങനത്തെ ആരോപണങ്ങൾ വരുമ്പോൾ തീർച്ചയായിട്ടും ഞാനത് ചോദ്യം ചെയ്യും, അതിനെക്കുറിച്ച് സംസാരിക്കും. ബിക്കോസ് നിങ്ങൾ എപ്പോഴും പറയുന്ന പോലെ ഇത് നമ്മുടെ ക്ലബ്ബാണ്, നമ്മുടെ ക്ലബിനെ രക്ഷിക്കാൻ നമ്മൾ മാത്രമേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ഫോർ നൗ.